നീ ഇല്ലാതെ ഒറ്റയ്ക്ക് അവിടെ ഒരു രസമില്ല. അപ്പൊ അടിച്ച് പുറത്താക്കിയതല്ല. പുറത്താക്കാന്റെ പട്ടി എന്ന് കൊടുക്കും. നീ ഇറങ്ങി പോടാ മോനെ എന്ന് പറഞ്ഞ ഞാനിങ്ങ് പുറത്തിറങ്ങി കൊടുത്തടാ. എനിക്കില്ലടാ ഒരു അന്തസ്. എടാ അമേരിക്കക്കാരന് അവിടെ അറമാദിക്കാൻ സ്ഥലം പോരാഞ്ഞിട്ട് അവൻ എന്നോട് പറയാ ഇറങ്ങി പോടാ ഔട്ട് ഹൗസിലേക്ക്. ഞാനിങ്ങ് ഇറങ്ങി കൊടുത്ത്. പിന്നെ നിന്നെ കുറിച്ച് എന്തൊക്കെ അനാവശ്യമാണോ അവൻ പറഞ്ഞെന്നറിയോ? എനിക്ക് സഹിച്ചില്ല. ഞാൻ പെട്ടി അകത്തോണ്ട് വെച്ചിട്ട് ബാക്കി പറയാം. പോലീസായി സ്റ്റോപ്പ്. നീ പേടിക്കണ്ട, ഞാൻ അകത്ത് പോ. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. പേര് ചോദിച്ചില്ല, അതവിടെ ഇരിക്കട്ടെ. നിന്റെ പേരെന്താടാ? ഉൽപ്പൽ. എന്തേ തുപ്പല? തുപ്പലല്ല സാർ, ഉൽപ്പൽ. ഉൽപ്പലാക്ഷൻ. നിന്നോട് ചോദിച്ചാ? ഇല്ലേ. പുനവും പേരും പറടാ. ഉൽപ്പലാക്ഷ പുണ്ടരീകാക്ഷ മാർക്കണ്ടേയൻ. പേര് ചോദിച്ചപ്പോ തെറി പറയുന്നു. തെറിയല്ല സാർ, എന്റെ പേരാണ്. അച്ഛനിട്ടതാ. അച്ഛന്റെ പേരെന്താണാവോ? മാധവൻ. ഓഹോ, രണ്ടുപേരെയും എവിടെ കണ്ടിട്ടുണ്ടല്ലോ? ഇല്ല സാർ. സെൻട്രൽ ജയിലിൽ കിടന്നുണ്ടോ? അതെവിടെയാണ് സാർ? അപ്പൊ നിങ്ങളായിരിക്കില്ല. ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായി ഓർക്കുന്നുണ്ടോ? എന്താ സാർ പ്രശ്നം? പിടിച്ചുപറി കേസിൽ പിടികിട്ട പുള്ളിയാണ്. പല അന്തർ സംസ്ഥാന മോഷണ സംഘത്തിന്റെയും പ്രധാന കണ്ണി. ഭീകര പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ ഏരിയയിൽ കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇവിടുത്തെ ഓരോ വീടും അരിച്ചു പറക്കാനാണ് മോളിൽ നിന്നുള്ള ഉത്തരവ്. തന്റെ മുഖം കണ്ടാൽ അറിയാലോ തനിക്ക് ഇവിടെ അറിയാമെന്ന്. എനിക്കറിയില്ല. തന്റെ മുഖം ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടാ കള്ള ഓരെവിടെ വെച്ച കണ്ടത്? മാമനോട് പറ. എപ്പ കണ്ട്? ഇപ്പോ ഈ ഫോട്ടോയില്. അപ്പൊ ഇതിനു മുമ്പ് നീ കണ്ടെന്നല്ലേ പറഞ്ഞത്? അയ്യോ, ഫോട്ടോ കാണിച്ചപ്പോ കണ്ടു എന്നാണ് സാർ പറഞ്ഞത്. അപ്പൊ നീ ആളെ കണ്ടിട്ടേ ഇല്ല? കണ്ടിട്ടുണ്ട് സാർ. എപ്പോ എപ്പോ പറ. ഈ ഫോട്ടോയില്. എടാ കഴിവരുടെ മന, നീ ആളെ കളിയാക്ക. ഈ ഫോട്ടോയിൽ കാണുന്ന പീസിനെ അറിയുമോ? സോറി, ഇത് സൂക്ഷിച്ചു നോക്കിയേ, ഭയപ്പെടണ്ട. ഇല്ല. എന്തൊരു സാമ്യമാണ് മോള് ഈ ഫോട്ടോ തമ്മിൽ. ഒരു വാണ്ടഡ് ക്രിമിനലിയുടെ ഫോട്ടോ ആണിത്. എന്താ മോളുടെ പേര്? പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ശാലിനി. ശാലിനിയാ? പേരും അത് തന്നെ. എന്തൊരു സാമ്യം ഇത്. ഏതായാലും മോളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. കാരണം അല്ല, ഈ ഹെയർ സ്റ്റൈലെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? പോലീസുകാർ അന്വേഷിച്ചുകൊണ്ട് കിടക്കുക. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇവിടത്തെ കുട്ടിയായിരിക്കും അല്ലേ? കണ്ടാ തോന്നുന്നു. എന്നാ ഞാൻ പൊക്കോട്ടെ സർ. പിന്നെ ഇത് മോളല്ല. ഈ ഫോട്ടോ കണ്ട കുട്ടിയെ കണ്ടോന്ന് പറഞ്ഞേക്കണേ. താങ്ക് യു സർ. ജീപ്പ് ഇവിടെ പോയി അത് കാണുന്നില്ല. ഏതാ ഈ അവതാരം? ഇത് അമേരിക്കന്ന് വന്ന ഒബാമേ? ജയരാമ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. അനിയന്മാരെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഈ ഫോട്ടോയിൽ കണ്ട സാധനത്തെ എപ്പോ കണ്ടാലും എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം. പ്രധാനമന്ത്രി വന്നപ്പോ നിക്കറിട്ട് സ്വീകരിച്ചതിന് പാലക്കാട്ട് നിന്ന് ഇങ്ങോട്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫർ അടിച്ചതാ. ഭാര്യയാണെങ്കിൽ ഒരു ദയവില്ലാതെ ഇരട്ട പ്രസവിക്കുകയും ചെയ്തു. രാത്രിയെങ്കിലും അവളെ ഒരു കൈ സഹായിക്കണമെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പാലക്കാട് വരെ പോണം. ഒരുപക്ഷെ ഇതിനെ കിട്ടിയാ എനിക്ക് തിരിച്ച് അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടും. ഒന്ന് സഹായിക്കണം. അതെ. ഓ ഈശ്വര, അവള് കള്ളിയാണെന്ന് സാറിനെ അറിയിക്കാമെന്ന് ഞാനെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു നിന്റെ ഒരു പരാക്രമം? അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ പുലിവാല് പിടിക്കണമായിരുന്നോ? ഒരു ഐഡിയ. നമുക്ക് ഇപ്പൊ ചെന്ന് ഗണപതി സാറിനോട് പറഞ്ഞാലോ? ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആ പാവ അമേരിക്കക്കാരനെങ്കിലും കള്ളിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അതിന് അയാൾ ഒറിജിനൽ അല്ലല്ലോ. ഒറിജിനൽ അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ആട്ടെ. ആരുടെ ഏർപ്പാട്? മിടുക്കൻ. അപ്പൊ ഒറിജിനല് ഡ്യൂപ്ലിയുടെ കസ്റ്റഡിയില്. എടാ, അപ്പൊ ഈ വീട്ടിൽ ഒറിജിനൽ ആയിട്ട് ആരും ഇല്ലേടേ? ഗണപതി സാർ ഉണ്ടല്ലോ. നന്നായി. അതിരിക്കട്ടെ. ആരായി ഡ്യൂപ്ലിക്കേറ്റ്? വാളയാർ മണിയപ്പൻ. അത് ശരി, വാളയാർ മണിയപ്പനാ. ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല. അവന്റെ അടി കൊണ്ട് ചാവാൻ എനിക്ക് വയ്യ. നീ എവിടെ പോന്ന്? എനിക്ക് വീട്ടിൽ പോണം. അച്ഛനും അമ്മയെ കാണാൻ കൊതിയാവണം. ഒന്നുകളെയും സകല തരികിടയും തുടങ്ങി വെച്ചിട്ട് എന്നെ ഒറ്റയ്ക്കാക്കി രക്ഷപ്പെടാവുന്നോ? ഇവിടെ ഉണ്ടായ കുഴപ്പങ്ങളുടെ പാതി ഉത്തരവാദിത്തം നിനക്കാ. പാവം ഗണപതി സാറിനോടൊന്നും തുറന്നു പറയാനും പറ്റുന്നില്ല.
നമ്മളെ വിശ്വസിച്ച അദ്ദേഹം നമ്മൾ കാരണം പെരുവഴിയിലാകരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ വീട്ടിൽ കിടന്ന് മരിക്കാനാ എന്റെ വിധി. അവനോട് പറയാം. നിനക്ക് തലയില്ലേ? ആ കൊണ്ടാ. Yes! Yay! ഇതിലേത് വാർത്ത വായിച്ചിട്ടാണ് അവള് സന്തോഷിച്ച് തുള്ളിച്ചാടിയത്? ആ ദാണ്ട ഇത് തന്നെ. ഷക്കീല വീണ്ടും സിനിമയിൽ സജീവ. ഓ എടാ, അതിന് അവക്കെന്തിനാ സന്തോഷം? നിനക്കല്ലേ? അത് തന്നെ. വായിക്ക്, വായിക്ക്. വിജയനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഏത് വിജയൻ? ആർക്കറിയാം. മുല്ലൂരിൽ ആന വിരണ്ടു. ദാ. എടാ കള്ളനോട്ടടി സംഘം ഓടി രക്ഷപ്പെട്ടു. ദൈവമേ, കള്ളനോട്ടടിക്കാർ വരെ അവളുടെ കൂട്ടുകാരോ? കറക്റ്റ്. എടാ, കൂട്ടുകാർ ഓടി രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലാ അവൾ ഇവിടെ കിടന്ന് തുള്ളിച്ചാടിയത്. തന്നെ ശരിയാ. ഇപ്പൊ നിനക്ക് എന്ത് തോന്നുന്നു? ഒരു പെൺകുട്ടി നടന്നു പോയതുപോലെ തോന്നുന്നു. ഡാ. എന്ത് പെണ്ണല്ലേ അവള്? എന്നാ നീ നോക്ക്, നിനക്കിപ്പോ എന്തെങ്കിലും തോന്നണ? വണ്ടി എടുക്ക. ആ വേട്ടെ. ഞാനും കൂടെ വരണോ? നിന്റെ ഒരു കണ്ണു വേണം. അത് ഞാൻ ഏറ്റു. ഇവിടെ തന്നെ ഉണ്ട്. ഞാനും വരട്ടെയോ നീ എടാ, കൂടെ. നീ എപ്പോഴാ പുറത്തിറങ്ങിയത്? നിക്കടാ അവിടെ. അയ്യോ, സംഭവം കുഴഞ്ഞല്ലോ. പ്രിയേ, സ്വീറ്റി, കുരിശ്. ഇനി എന്ത് ചെയ്യാൻ? ഐഡിയ. ഇവിടെ നമ്മൾ രണ്ടു മാത്രമേ ഉള്ളൂ. അതാ എന്റെ പേടി. എന്തിനു പേടിക്കണം? ഇളം മന്ദമാരുതൻ, ഇളം മഞ്ഞവയിൽ, എവിടുന്നോ ഒരിളം മണമടിക്കുന്നത് പ്രിയ ശ്രവിക്കുന്നില്ലേ? എന്ത് മണം? പാലപ്പൂ മണം. അത് കിച്ചണിൽ നിന്നുള്ള വേസ്റ്റിന്റെ സ്മെല്ലാ. ആണോ? അതെ, കല്യാണ സമയമാകുമ്പോ ഡാഡി മമ്മിയൊക്കെ അമേരിക്കയിൽ നിന്ന് വരും പണ്ടാരോടങ്ങാൻ. അതിനു മുമ്പ് വഞ്ചി കരയിലടിപ്പിക്കണം, അല്ലെങ്കിൽ ഈ കണ്ടതെല്ലാം കൈവിട്ടു പോവും. എനിക്ക് മനസ്സിലാവണില്ല. ശാലുവിന് എന്നോട് ഇഷ്ടമല്ലേ? എന്താ സംശയമുണ്ടോ? എന്നാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നാളെ വെളുപ്പിന് 4:30 കഴിഞ്ഞാൽ ബ്രഹ്മമൂത്രമാണ്. അതോ ശാന്തി മൂത്രമാണ്? ബ്രഹ്മമുഹൂർത്തമാണ്. അപ്പോ വെളുപ്പിന് 4:30 ഞാൻ വരും, നീ കാത്തിരിക്കണം. എനിക്ക് പേടിയോ? എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ? എന്റെ പരദൈവങ്ങളെ, ഉത്തരക്കാരെ, നിന്നെ ഞാൻ... അതെ ഞാൻ. ജയരാമേട്ടാ, രക്ഷപ്പെട്ടു. മോള് വെയിറ്റുള്ള എന്തെങ്കിലും സാധനം ടെറസിൽ നിന്ന് എടുത്ത് താഴത്തേക്ക് ഇട്ടായിരുന്നോ? ഇല്ല. അല്ല, കിണറ്റിലെന്തോ വീഴുന്ന ഒച്ച കേട്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്നെ കൈവിടല്ലേ. ഒരിക്കലും കൈവിടില്ല. ഒരുറപ്പിന് വേണ്ടി മറ്റേ കൈയും കൂടെ പിടിച്ചു. ആ, നിക്ക് നിക്ക് നിക്ക്. ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് കേട്ട് കഴിഞ്ഞിട്ട് മതി കയറ്റം. കേറി വന്നിട്ട് പോരെ സാറേ? പോരാ. എന്നാ പെട്ടെന്ന് പറ സാറേ. കൈ വിട്ടെങ്ങാനും താഴേക്ക് പോയാ പിന്നെ എന്റെ പൊടി പോലും കാണുകയല്ലേ. അതെ, സാറിന് എന്നോട് പറയാനുള്ളത് ഞാനങ്ങ് പറഞ്ഞാ പോരെ? പറഞ്ഞു നോക്ക്. ഞാൻ ചെയ്തതൊക്കെ തെറ്റ്, ചെയ്തോണ്ടിരിക്കുന്നത് തെറ്റ്, ഇനി ചെയ്യാൻ പോണത് തെറ്റ്. തെറ്റ് ചെയ്യാൻ കാരണം? അതെ, ഈ സെറ്റപ്പും വീടും പിന്നെ പെണ്ണിനെ കൂടെ കണ്ടപ്പോ കണ്ണു തള്ളിപ്പോയി സാറേ. എന്റെ ഭാര്യയും പിള്ളേരും ആളെ സത്യം. കേറി വന്നാലുടനെ ഞാൻ സ്ഥലം വിട്ടോളാം. ഇനി വാക്ക് മാറ്റില്ല? ഇല്ല. ഉറപ്പ്? വാക്ക് മാറ്റില്ല സാറേ. ഒന്ന് കേറ്റിവിട് സാറേ. ഓ, ഓ, ആറ്റിവിട് സാറേ. അയ്യോ. എന്നാ ഇനി ഒട്ടും വൈകണ്ട, വിട്ടു. എങ്ങോട്ട്? ഏ? അങ്ങനെ പോകാൻ പറ്റുമോ സാറേ? ഞാൻ ഗണപതി സാറിന്റെ ഭാവി വരുമോന്നല്ലേ?